ഹലോ എവ്രി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെയാണ്. ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കൈപ്പുഴക്കാറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നീണ്ടൂർ എന്ന സ്ഥലത്തിനടുത്ത് ഉള്ളൊരു ഗ്രാമപ്രദേശമാണിത്. ഞാനും അനിയനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു 24 കിലോമീറ്ററേ ഉള്ളു. ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ബോർഡൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൈപ്പുഴക്കാറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പം കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിറയെ വെള്ളവും അല്ലാത്ത സമയത്ത് കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം നമുക്കൊരു ജിമ്മിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിലും മോർണിംഗിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ വന്ന് എക്സസൈസൊക്കെ ചെയ്യാം. പിന്നെ ട്രാക്ടേഴ്സൊക്കെ പോകുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കൊയ്ത്തിൻ്റെയൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേ ബി അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കുമല്ലോ. കുറേ നാൾക്ക് ശേഷമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്ന ഈ ട്രാക്ടേഴ്സ്. ഇപ്പം നമ്മളതിൻ്റെ ഒരു ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ, നല്ല കാറ്റും നമുക്കിങ്ങനെ ഈവനിങ്ങിനൊക്കെ റിലാക്സ് ചെയ്യാൻ നല്ലൊരു റീഫ്രഷ്ഡ് ഫീലിംഗ് ഒക്കെ കിട്ടും. കുറച്ച് നമുക്ക് സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഫാമിലിയോടൊപ്പം അതോടൊപ്പം തന്നെ ഫ്രണ്ട്സുമായിട്ടും ഒറ്റയ്ക്കും പോകാം, നല്ലതാണ്. ഇവിടെ ഇപ്പോൾ എന്തോ ചെക്കിങ് എന്തോ ഉണ്ട്, എക്സസൈസ് ആണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. നമുക്കെന്തായാലും നമ്മൾ വന്ന കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണല്ലോ. അപ്പം മുന്നോട്ട് പോവാം. കണ്ടോ, വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇറങ്ങുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ആൾ കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് 3ാമത്തെ തവണ എങ്ങാണ്ടാണ്. അന്ന് ലാസ്റ്റ് വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ മഴ സമയത്താണ് വന്നത്. ഞാനും ഹസ്ബൻഡും ആയിരുന്നു തോന്നുന്നു. അപ്പം നല്ല വെള്ളമായിരുന്നു, അപ്പുറം ഇപ്പുറം കണ്ടതാണ്. അപ്പം അതിൽ നല്ല വെള്ളവും കാര്യങ്ങളുമായിരുന്നു. അപ്പം നല്ല സൺസെറ്റ്, നല്ല വ്യൂ ഒക്കെ കിട്ടി. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അന്ന് പക്ഷികളുടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അന്ന് വന്ന സമയത്ത്. പക്ഷെ ഇതിപ്പോൾ ഒരു കട കണ്ടോ, അവിടെ ഈവനിങ്ങിൽ നമുക്ക് പോയി ചായ കുടിക്കാം. പിന്നെ ചായക്ക് കടിയായിട്ട് ബോണ്ടയോ പിന്നെ മുട്ട ബജിയോ അങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ വിശാലമായിട്ടിങ്ങനെ കിടക്കുവാണ്. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. നല്ല തണുത്ത കാറ്റാണ്. നടക്കാനൊക്കെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല സൺറൈസൊക്കെ കാണാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വരാനുള്ള മടിയാണ്, ഞങ്ങൾ വരാറില്ല. പ്ലാൻ ചെയ്തിരുന്നു വരണം എടുക്കണം ഒക്കെ, പക്ഷേ ഇതുവരെ നടന്നില്ല. ഒരു ദിവസം വരണം, ഫാമിലിയായിട്ടൊക്കെ ഒരു ദിവസം ഇറങ്ങാം എന്ന് വിചാരിക്കുക. ഇത് ഞാനാണ് കേട്ടോ. എൻ്റെ കുറേ എന്താ പറയുക, ഇതെൻ്റെ ബ്രദറാണ് അച്ചു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ഒരു സൂര്യൻ അസ്തമിക്കുകയാണ്. നല്ല രസം കേട്ടോ കാണാനായിട്ട്. നല്ല കാറ്റാണ്. വീണ്ടും വീണ്ടും വരണമെന്നൊക്കെ തോന്നും. ബിക്കോസ് നമ്മൾ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം കിടക്കുമ്പോൾ നമ്മളെങ്ങനെ മിസ് ചെയ്യും. വെള്ളമൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെന്താ, ഞാനപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ അന്ന് വന്നതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാവേ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിളികളൊക്കെ പരന്ന് പോകുന്നു. കണ്ടം നിറച്ച് വെള്ളമായിരുന്നു. ഇത് അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീലാക്കി ഇട്ടിട്ടൊക്കെ ഉണ്ട്. അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. ഭയങ്കര കാമെന്ന് വെച്ചാൽ
അടിപൊളി ഫീലാണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ്, തിരിച്ചു പോകുമ്പോഴത്തേക്കും ഭയങ്കര റീഫ്രഷ്ഡ് ആയിട്ടും അതേപോലെ ഒരു പോസിറ്റീവ് ഫീലും ഭയങ്കര സുഖം കേട്ടോ. ആ വ്യൂ, ആ വെള്ളമൊക്കെ പോകുന്നത് നല്ല ഭംഗിയില്ലേ.